ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായത് കനത്ത പരാജയമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പെൻഷനുകളും ആനുകൂല്യങ്ങളും നൽകാൻ കഴിയാത്തത് വോട്ടിംഗിൽ പ്രതിഫലിച്ചു. ജനങ്ങളുടെ മനോഭാവം മനസ്സിലാക്കാൻ സാധിച്ചില്ല. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ പ്രചാരണം ജനങ്ങളെ സ്വാധീനിച്ചു. SNDP-യിലേക്ക് BDJS വഴി സംഘപരിവാർ നുഴഞ്ഞുകയറി. സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്ന മനസ്സ് വെള്ളാപ്പള്ളിയിൽ രൂപപ്പെട്ടു. ക്രൈസ്തവരിലെ ഒരു വിഭാഗം BJP-ക്ക് വേണ്ടി പ്രവർത്തിച്ചു. തൃശൂരിൽ കോൺഗ്രസിന്റെ വോട്ട് ചോർച്ച ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. UDF-ന് 18 സീറ്റ് നേടാനായി. ഒരു സീറ്റ് BJP-ക്കും നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2019 പോലെ ഒരു സീറ്റ് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF-ഉം തമ്മിലാണ്. ഇത് കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ളൊരു പരിമിതിയാണ്. ദേശീയ തലത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുക, അതിന് നേതൃത്വം നൽകുക എന്നൊക്കെ ചെയ്യുന്നത് ഒരിക്കലും CPM ആവില്ലല്ലോ. അതിനുള്ള സാധ്യത കോൺഗ്രസിനാണല്ലോ എന്ന ഒരു പൊതുബോധം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, എന്തൊക്കെ തിരിച്ചറിവാണ് ഈ തിരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് CPM-ന് ഉണ്ടായിരിക്കുന്നത്? ഒപ്പം തന്നെ തിരുത്തൽ നടപടികൾ എങ്ങനെയാകുമെന്ന് വിശദീകരിക്കുന്നുണ്ടോ MV ഗോവിന്ദൻ? കവിത, പതിവില്ലാത്ത ചില കാഴ്ചകളാണ് CPM-ൽ നമ്മൾ കഴിഞ്ഞ 5 ദിവസത്തെ അവരുടെ നേതൃയോഗങ്ങളിൽ കണ്ടത്. ആത്മവിമർശനമാണ് CPM ഈ 5 ദിവസത്തെ നേതൃയോഗങ്ങൾ നടത്തിയതും. തെരഞ്ഞെടുപ്പിന് പരാജയ കാരണത്തിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടടുത്ത ദിവസം MV ഗോവിന്ദൻ കണക്കുകളടക്കം നിരത്തി പ്രതിരോധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. CPM-ന്റെ ആ ഒരു രീതിയും അങ്ങനെയായിരുന്നു. എന്നാൽ ആ ശൈലി അത് CPM മാറ്റിയിരിക്കുന്നു. ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് പരാജയ കാരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങിയതും ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനാണ് സാധ്യത എന്ന തോന്നലും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് മറ്റൊരു കാരണമായും CPM വിലയിരുത്തുന്നുണ്ട്. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടായി ഈഴവ സമുദായത്തിലെ വോട്ട് ചോർച്ച ഗൗരവമായിട്ടാണ് CPM കാണുന്നത്. ഈഴവ വോട്ടുകൾ ചോർന്നതിന് കാരണം SNDP നേതൃത്വത്തിലുള്ള സംഘപരിവാർ സ്നേഹമാണെന്ന് CPM വിലയിരുത്തുന്നു. അത് തുഷാർ വെള്ളാപ്പള്ളിയുടെ NDA സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു വിമർശനത്തിലേക്ക് CPM കടന്നത്, അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി കടന്നത്. കൂടാതെ ക്രൈസ്തവ വിഭാഗങ്ങളിലെ ഒരു വിഭാഗം BJP-ക്കൊപ്പം നിന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി CPM-നെ സംബന്ധിച്ചിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിയുടെ ശൈലിമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇമേജ് തകർക്കാൻ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് നടത്തുന്ന ശ്രമം എന്നുള്ളതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. പാർട്ടി പരിപാടി അനുസരിച്ച് സർക്കാരിന്റെ മുൻഗണനാ ക്രമങ്ങളിൽ മാറ്റം വരുത്താനും സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മേഖലാ യോഗങ്ങളും പ്രാദേശിക തലത്തിൽ ജനങ്ങളെ കേൾക്കാൻ പ്രാദേശിക യോഗങ്ങളും CPM വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കും. പ്രവിധ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.